ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ആ രണ്ടാം UPA സർക്കാരാണ് നമ്മുടെ രാജ്യത്ത് BJP സർക്കാരിന് അധികാരത്തിൽ വരാനുള്ള കളമൊരുക്കിയത്. അവര് വലിയ തോതിൽ ജനങ്ങൾക്കെതിരെയുള്ള നടപടികളാണ് സ്വീകരിച്ചത്. കോൺഗ്രസിന്റെ ശരിയായ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ജനങ്ങൾ വലിയ ദുരിതത്തിലായി. സമ്പന്നരെ അതിസമ്പന്നരാക്കുക, കോർപ്പറേറ്റുകളെ സഹായിക്കുക, പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുക. ഈയൊരു നയം, ആ നയമാണ് ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നടപടികളിലൂടെ രാജ്യത്തെ രണ്ടാം UPA ഗവൺമെന്റ് സ്വീകരിച്ചത്. രാജ്യമാകെ അസംതൃപ്തി, ജനങ്ങൾക്കടുത്ത അതൃപ്തി. അതാണ് BJP ചൂഷണം ചെയ്തത്. ആ ജനങ്ങളുടെ മുന്നിൽ BJP വന്നു. രാജ്യത്ത് ചിലയിടങ്ങളിൽ കോൺഗ്രസും BJPയുമായിരുന്നു അന്ന് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. മറ്റു പാർട്ടികൾ അവിടെ അത്രത്തോളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവര് BJP വലിയ വാഗ്ദാനങ്ങൾ നൽകി. ഓർമ്മയുണ്ടാവുമല്ലോ, 15 ലക്ഷം രൂപ ഓരോ ആളുടെയും അക്കൗണ്ടിലേക്ക് വരുമെന്ന് വരെ പറഞ്ഞ വാഗ്ദത്തങ്ങൾ. ആ വാഗ്ദാനങ്ങൾ എല്ലാം വാരിക്കോരി ചൊല്ലിയായിരുന്നു. ജനങ്ങൾ ഇതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് ഈ ഗവൺമെന്റ് തുറന്നുകൂടാ എന്ന നിലപാടെടുത്തു. പക്ഷേ പകരമെടുത്തത് BJPയുടെ ഗവൺമെന്റിനെയാണ്. BJP സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു. ആ സർക്കാർ നടപ്പാക്കിയ കാര്യങ്ങൾ എന്താണെന്ന് നമ്മുടെ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമാണ് ഇന്ത്യ. രാജ്യത്തെ രാഷ്ട്രങ്ങളുടെ ദരിദ്രാവസ്ഥ കാണിക്കുന്നൊരു പട്ടിക തയ്യാറാക്കിയപ്പോൾ അതിൽ 107-ാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ 14 രാഷ്ട്രീയ പട്ടികയിലുണ്ട്. ചുരുക്കത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമാണ് ഇന്ത്യ. ഇതെന്തുകൊണ്ട് വന്നതാണ്? ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് 107 108 107 ആയതല്ല, അതാണ് കാണേണ്ടത്. 55-ൽ നിന്നാണ് 107-ലേക്ക് പോയത്. നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്ന സാമ്പത്തിക നയം, ആ നയം പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുക. അതിന്റെ ഭാഗമായി ഇന്ന് ദരിദ്രരല്ലാത്തവരും നാളെ ദരിദ്രരായി മാറുകയാണ്. ഒരു കൂട്ടർക്ക് മാത്രമേ രാജ്യത്ത് ആശ്വാസമുള്ളൂ, ഗുണമുള്ളൂ. അത് കോർപ്പറേറ്റുകൾക്കാണ്. സമ്പന്നരെ അതിസമ്പന്നരാക്കുന്ന സാമ്പത്തിക നയം. ഈ നയം BJPക്ക് മാത്രമുള്ളതല്ല, ഈ നയം കോൺഗ്രസിനുള്ളതാണ്. കോൺഗ്രസിൻ്റെയും BJPയുടെയും സാമ്പത്തിക നയം ഒന്നാണ്. രണ്ടാം UPA ഗവൺമെന്റ് ഏതെല്ലാം തരത്തിലുള്ള ജനവിരുദ്ധ നടപടികളാണോ സ്വീകരിച്ചത്, ആ നടപടികൾ ഒന്നും BJP ഗവൺമെന്റ് ഉപേക്ഷിച്ചില്ല. അവര് ആ നയം ഒന്നുകൂടി തീവ്രമാക്കി.
അതാണ് നടപ്പാക്കിയത്. ഇതിന്റെ ഫലം രാജ്യത്തെ ജനങ്ങൾ പുറകോട്ട് പോയി എന്നതാണ്. ഈ സാമ്പത്തിക നയകാര്യങ്ങളിൽ BJP ഗവൺമെന്റ് സ്വീകരിക്കുന്ന ജനവിരുദ്ധ നയങ്ങളുടെ ഒപ്പമാണ് കോൺഗ്രസ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം പുറകോട്ട് പോയി. ജനങ്ങളുടെ ജീവിത നിലവാരം താഴോട്ട് പോയി. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമായി ഇന്ത്യ മാറി. ഇവിടെ മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കണം. ഇതെല്ലാം നയത്തിന്റെ ഭാഗമാണ്. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വരവാണ്. ആകട്ടെ, നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരവസ്ഥ വന്നത്. ഇതല്ലാത്ത നയം നടപ്പാക്കിയാലോ? ഇതല്ലാത്ത നയം നടപ്പാക്കുന്ന ഒരിടമേ രാജ്യത്തുള്ളൂ, അത് കേരളമാണ്. ഒരു ബദൽ നയമാണ് നാം നടപ്പാക്കുന്നത്. ആ ബദൽ നയത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഒരു രാജ്യമാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എടുത്താൽ ഏറ്റവും കുറവ് ദരിദ്രരുള്ളത് കേരളത്തിലാണ്, കേരള സംസ്ഥാനത്തിലാണ്. ഇവിടെ അതിദരിദ്രരെ കണക്കാക്കി, അത് നേരത്തെ, ഇപ്പോൾ ഉള്ളതല്ല, നേരത്തെ 0.7% 0.7% ഏത് സർക്കാരിനും അങ്ങ് തള്ളിക്കളയും. പക്ഷേ നമുക്കങ്ങനെ തള്ളാൻ കഴിയുന്നതായിരുന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ അയൽപക്കത്താണ് ഈ പറയുന്ന ചില കുടുംബങ്ങളുള്ളത്. അവര് അതിദരിദ്രാവസ്ഥയിൽ കഴിയാൻ പാടില്ല, അവരെ മോചിപ്പിക്കണം. ദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം, ഈ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം. ആ നിലപാട് LDFും സർക്കാരും എടുത്തു. അതിന്റെ ഭാഗമായി സർക്കാർ ഒരു കാര്യം പ്രഖ്യാപിച്ചു. 3 വർഷം 2025 നവംബർ 1 കേരളത്തിലെ ഈ പറഞ്ഞ എല്ലാ കുടുംബങ്ങളെയും അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരാക്കും. ഇതായിരുന്നു പ്രഖ്യാപനം. പ്രഖ്യാപനം നമ്മൾ പലതും കേൾക്കാറില്ലേ? എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ആരെല്ലാം നടത്തിയിരിക്കുന്നു. പക്ഷേ എല്ലാവരും നടന്ന പ്രഖ്യാപനം പോലെ എല്ലാവരും LDFന്റെ പ്രഖ്യാപനം എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് മാത്രമാണല്ലോ പറയാറുള്ളത്. പറയുന്നത് എന്താണോ അത് ചെയ്യുന്നുവെന്നത് നമ്മുടെ നാടിന്റെ അനുഭവമാണല്ലോ.